എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ മിത്ര ദേവമംഗലത്തേക്ക് മടങ്ങിയെത്തുകയാണ് കേട്ടോ. അപ്പോൾ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ മീനു ഓഫീസിൽ പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. മീനുവിൻ്റെ അടുത്തേക്ക് ചെന്ന് മീനുവിനെ പിടിച്ച് വട്ടം കറക്കാണ്. മിത്ര വിടടി എന്ന് അപ്പം മീനു പറയാം. ഇതെന്തിനാണെന്ന് അറിയാവോ എന്ന് അപ്പം മിത്ര മീനുവിനോട് ചോദിക്കും. അപ്പം മീനു ഒന്നും മനസ്സിലാകാതെ മിത്രയുടെ മുഖത്തേക്ക് നോക്കുക. എത്ര തവണ ഞാൻ വിളിച്ചു, മീനു ചേച്ചി മാത്രമല്ല അപ്പച്ചീനെയും ഏടത്തീനെയും എല്ലാവരും ഞാൻ മാറി മാറി വിളിച്ചു. ആരെങ്കിലും എൻ്റെ ഫോൺ അറ്റൻഡ് ചെയ്തോ? ആരിനെ ഞാനൊന്ന് വിളിച്ചാലോ ഒന്നോ രണ്ടോ വാക്കിൽ അവനും എന്തെങ്കിലും പറഞ്ഞ് പെട്ടെന്ന് ഫോൺ വയ്ക്കാൻ ധൃതിയാ. ഒന്നെങ്കിൽ വണ്ടി ഓടിക്കുക, അല്ലെങ്കിൽ ഞാൻ പുറത്താ. ഇതൊക്കെ തന്നെ ആരിൻ്റെ മറുപടി. ഞാനിവിടെ നിന്ന് മാറി നിന്നപ്പോഴേക്കും എല്ലാവരും എന്നെ അങ്ങ് മറന്നു പോയോ എന്ന് മിത്ര ചോദിക്കുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പം പരസ്പരം വിഷമിച്ച് നോക്കി നിൽക്കുകയാണ് എല്ലാവരും കൂടെ. നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയത് എന്ന് വീണ്ടും മിത്ര ചോദിക്കുക. ട്രെയിനിങ് തുടങ്ങുന്നതിന് മുന്നേ മീനു ചേച്ചി എന്നെ എല്ലാ ദിവസവും വിളിക്കുമായിരുന്നു. എൻ്റെ വിശേഷങ്ങളൊക്കെ തിരക്കുകയും ചെയ്യുമായിരുന്നു. അതിനുശേഷം ഒറ്റ ദിവസം പോലും വിളിച്ചിട്ടില്ല. ട്രെയിനിങ് തുടങ്ങിയതിന് ശേഷം ഒരു തവണയെങ്കിലും നിങ്ങൾ ഓരോരുത്തരുടെയും കോളിനായി ഞാൻ എത്രമാത്രം കാത്തിരുന്നു എന്നറിയാവോ? അതുകൊണ്ടാണ് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പം ആരും ഒട്ട് ഫോണും എടുക്കില്ല എന്ന് പറയണം. അപ്പം മോളെ എന്നും പറഞ്ഞ് മീനു എന്ത് പറയണമെന്നറിയാതെ നിൽക്കുകയാണ് കേട്ടോ. ഒന്നും പറയണ്ട മീനു ചേച്ചി, നിങ്ങളുടെ ആകെ ഉള്ളൊരു അനിയത്തിക്കുട്ടിയല്ലേ ഞാൻ. അവൾ ട്രെയിനിങ്ങിന് പോയിരിക്കുക, അവൾക്കൊരു മോട്ടിവേഷൻ കൊടുക്കണം, വിശേഷങ്ങളൊക്കെ തിരക്കണം എന്നുള്ള ബോധമൊന്നും ഇവിടെ ആർക്കുമില്ലേ? മീൻ ചേച്ചി അപ്പച്ചിയും എടുത്തിയൊക്കെ എന്നെ വിളിക്കുന്നു കരുതി ഞാൻ എത്ര തവണ കാത്തിരുന്നു എന്നറിയാവോ എന്ന് ചോദിക്കുകയാണ്. അപ്പം ഇതിനൊന്നും മറുപടി ഇല്ലാതെ എല്ലാവരും നിൽക്കുകയാണേ. എവിടെ മറ്റേ ആള്? ഒരാളെ കാണാനില്ലല്ലോ. ഏടത്തി റൂമിലുണ്ട് എന്ന് മീനു പറയാം. കൂടെ വാ, എന്നെ എൻ്റെ ഏടത്തിമാർ അവോയ്ഡ് ചെയ്തത് എന്തിനാണെന്ന് എനിക്കറിയണം. ഞാൻ ചോദിക്കും. ദേവിയടുത്തേക്ക് ഞാനിന്ന് ശരിക്കും കൊടുക്കുന്നുണ്ട് എന്നും പറഞ്ഞ് മീനുവിനെ വലിച്ചുകൊണ്ട് മിത്ര ദേവിയുടെ റൂമിലേക്ക് പോവാം. അത് കാണുന്ന ഗോമതി ആര്യനോട് പറയും, അയ്യോ ദേവിയോട് അവൾ എന്തെങ്കിലും പറയുമോ? അപ്പം ആര്യനും ഗോമതിയും കൂടെ പിന്നാലെ ചെല്ലാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. അപ്പം ദേവി റൂമിലാണ് കിടക്കുവാണേ. അപ്പം മിത്ര ചെന്ന് ദേവിയെ വിളിക്കും. എന്നിട്ട് പറയും, മിത്രേ നീ എപ്പോൾ എത്തി എന്നും ചോദിച്ചുകൊണ്ട് ദേവി അപ്പം എഴുന്നേൽക്കുകയാണ് കേട്ടോ. എന്നോടേ സുഖവിവരമൊന്നും ആരും തിരക്കണ്ട. ഇത്രയും ദിവസം എന്നെ വിളിക്കാൻ എൻ്റെ ഏടത്തിമാർക്ക് ആർക്കും തോന്നിയില്ലല്ലോ. ഞാൻ എൻ്റെ 2 ഏടത്തിമാരോടും പിണക്കാം. ഞാനിനി എൻ്റെ കുഞ്ഞാവിയോട് മാത്രമേ കൂട്ടുള്ളൂ എന്ന് പറഞ്ഞ് ദേവിയുടെ അടുത്തേക്ക് ഇരിക്കുകയാണ് കേട്ടോ. അപ്പം ദേവിയാണെങ്കിൽ ആകെ തകർന്ന പോലെ മിത്രയെ നോക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ മീനു നിൽക്കുക. എന്നിട്ട് കുഞ്ഞാവേ ചെറിയമ്മ വന്നടാ, എൻ്റെ കുഞ്ഞാവെ ഒന്ന് ചെറിയമ്മയെ ചവിട്ടിക്കേ എന്നൊക്കെ പറയാം. അപ്പം ഇങ്ങനെയൊക്കെ മിത്ര പറയുന്ന കേൾക്കുന്ന ദേവി ആകെ തകർന്നു പോവാണ് കേട്ടോ. അവള് നെഞ്ചുരുക്കി കരയാണ്. എന്തു പറ്റി അടുത്തി, എന്തിനാ കരയുന്നേ എന്ന് അപ്പം മിത്ര ചോദിക്കുകയാണ്. മിത്രയ്ക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ ഗോമതിയും ആര്യനും ഒക്കെ അടുത്ത് നിന്ന് പരസ്പരം നോക്കുക. മീനും എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നോക്കി നിൽക്കുക. നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ നിൽക്കുന്നേ? എന്തു പറ്റി, എന്താ കാര്യം, എന്തിനാ ഏടത്തി കരയുന്നേ? ഞാൻ എന്തെങ്കിലും ഏടത്തെ വേദനിപ്പിക്കുന്ന രീതി പറഞ്ഞോ എന്ന് മിത്ര ചോദിക്കാം. അപ്പം മീനു പറയും, ഏടത്തിയോട് ആ കുഞ്ഞിൻ്റെ കാര്യം ഇന്ന് ചോദിക്കരുത് മിത്രേ എന്ന് മീനു പറയണം. അതിനെ നമുക്ക് എന്ന് പറഞ്ഞ് ആകെ സങ്കടപ്പെട്ട് മീനു ഇങ്ങനെ നിൽക്കുക. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ എന്ന് മിത്ര അപ്പം ചോദിക്കുകയാണ്. മിത്രയ്ക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. മീനു പറയും, ആ കുഞ്ഞിനെ നമുക്ക് നഷ്ടപ്പെട്ടു. മിത്ര ഇങ്ങോട്ട് ബാ, ഞാൻ പറയാം എന്ന് പറഞ്ഞ് മിത്രനെ വിളിച്ചുകൊണ്ട് മീനു പുറത്തേക്ക് പോവാണ് കേട്ടോ. അപ്പം ദേവിയാണെ അവിടെ കരഞ്ഞോട് നിൽക്കുകയാണ്. ദേവിക്ക് വീണ്ടും സങ്കടങ്ങളെല്ലാം പുറത്തേക്ക് വരികയാണ്. അപ്പം ദേവിയെ ഒറ്റയ്ക്കാക്കിക്കൊണ്ട് അവളെ സങ്കടം കരഞ്ഞു തീർക്കട്ടെ എന്ന് കരുതി ആര്യനും ഗോമതിയും എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി പോവാം. അപ്പം മിത്ര ചോദിക്കും, എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുക. അത് അപ്പുറത്തെ അലോകില്ലേ എന്ന് മീനു പറയാണ്. അലോകോ, അവനെന്താ ചെയ്തേ എന്ന് മിത്ര ചോദിക്കുമ്പം എല്ലാ കാര്യങ്ങളും മീനു മിത്രയോട് പറയാം. അലോക് കയറി വന്നതും ദേവിയുടെ വയറ്റിൽ തൊഴിച്ചതും കുഞ്ഞിനെ നഷ്ടപ്പെട്ടതും മീനു തലക്കടിച്ച് വീഴ്ത്തിയതും തുടങ്ങി സകല കാര്യങ്ങളും പറയാൻ കേട്ടോ. ഇത് കേൾക്കുമ്പം വിശ്വസിക്കാൻ കഴിയാതെ നിൽക്കുകയാണ് നമ്മുടെ മിത്ര. അവൻ എന്തൊക്കെ ക്രൂരതകളായി ചെയ്തു കൂട്ടേ എന്ന് പറയാം. അതേസമയം നമ്മുടെ ദേവി കരഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പം ഇതെല്ലാം കേട്ട് കഴിയുമ്പം മിത്രയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഓടി ദേവിയുടെ അടുത്തേക്ക് ചെല്ലുക. എന്നോട് ക്ഷമിക്കടുത്തി, ഞാനിതൊന്നും അറിയാതെയാ ഏടത്തിയോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചത് എന്ന് പറയാണ് കേട്ടോ. എനിക്കറിയാം മോളെ എന്ന് അപ്പം ദേവി പറയാണ്. ദേവി മിത്രയെ കെട്ടിപ്പിടിച്ചിങ്ങനെ കരയാം. ഏടത്തി വിഷമിക്കല്ലേ, ഇങ്ങനെ കരയല്ലേ ഏടത്തി. ഏടത്തിയുടെ സങ്കടം കൂട്ടാൻ ഞാനും കൂടി ഒരു കാരണമായല്ലോ. ഞാനിതൊന്നും അറിഞ്ഞില്ല. ഏടത്തിക്കുണ്ടായ നഷ്ടം അങ്ങനെ വേഗം മറക്കാൻ കഴിയുന്നതല്ല എന്ന് എനിക്കറിയാം. എങ്കിലും ഇങ്ങനെ സങ്കടപ്പെടല്ലേ ഏടത്തി. അതോർത്ത് ഇനിയും വീണ്ടും വീണ്ടും വിഷമിക്കല്ലേ ഏടത്തി എന്ന് മിത്ര പറയണം. ഞങ്ങളെല്ലാവരും ഏടത്തിയുടെ കൂടെയുണ്ട്. ഏടത്തിയെ ഞങ്ങൾ ആരും തനിച്ചാക്കില്ല എന്ന് പറയാം.
അപ്പം മിത്ര ചോദിക്കുക, നമ്മൾ പഴയ പോലെ ഒരു ടീമായിട്ട് നിൽക്കും അല്ലേ മീനു ചേച്ചി? അത് കേൾക്കുന്ന മീനു ചിരിച്ചോണ്ട് പറയും, അതെ മോളെ, ഏടത്തി ഞങ്ങൾ ഹാപ്പിയാക്കും, ഞങ്ങളുടെ പഴയ ദേവിയെടുത്തിയാക്കി മാറ്റും. മീനു ചേച്ചി, നമ്മൾ ഒരുമിച്ച് നിന്ന് പഴയ ആ ഏടത്തിയെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം എന്ന് പറയാണ് കേട്ടോ. അപ്പം ഇതിനൊന്നും പ്രതികരിക്കാതെ ദേവി അവിടെ ഇരിക്കുകയാണ്. നമ്മൾ അനീത്തിമാരുടെ സ്നേഹം മതി, നമ്മുടെ ഏടത്തി തിരിച്ചു വരും അല്ലേ ഏടത്തി എന്ന് ചോദിക്കുക ദേവിയോട്. അപ്പം ദേവിക്ക് ആ സങ്കടം കൊണ്ട് എന്ത് പറയണമെന്ന് പോലും അറിയില്ല കേട്ടോ. അപ്പം ദേവിയുടെ അടുത്തേക്ക് മീനു ഇരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ദേവിയെ ചേർത്ത് പിടിക്കാം. ഇങ്ങനെ കരയല്ലേ എടുത്തി, ഇങ്ങനെ സങ്കടപ്പെടല്ലേ എന്ന് പറയാം. അപ്പം മീനുവിൻ്റെ തോളി ചാഞ്ഞു കിടന്ന് ദേവി കരയാണ് കേട്ടോ. ദേവിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് തൊട്ടടുത്തായിട്ട് മിത്രയുണ്ട്. അവിടുന്ന് മിത്ര നേരെ റൂമിലേക്ക് വരിക. റൂമിൽ ചെന്ന് കഴിഞ്ഞും സങ്കടം സഹിക്കാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാ ആര്യം ബാഗൊക്കെ ആയിട്ട് റൂമിലേക്ക് കയറി വരുന്നത്. ആര്യനും മിത്രയുടെ അടുത്തേക്ക് ഇരിക്കും. എൻ്റെ സഹോദരനാ, പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല ആര്യ. അവൻ എത്ര വലിയ മഹാപാപമാണ് ചെയ്തത്. എന്തൊരു ദുഷ്ടനവൻ, ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടാൻ അവൻ എങ്ങനെ സാധിച്ചു എന്ന് ചോദിക്കുക. ഈ പാപമൊക്കെ അവൻ എവിടെ കൊണ്ടുപോയി തീർക്കും? എത്ര വലിയ മഹാപാപമാണ് അവൻ ചെയ്തത്. അവൻ 2 എണ്ണം കൊടുക്കണം, അല്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടില്ല. എനിക്കൊന്ന് ഉറങ്ങണമെങ്കിൽ അവനിട്ട് 2 എണ്ണം കൊടുത്തേ പറ്റൂ. മിത്ര എന്ന് പറഞ്ഞ് ആര്യൻ മിത്രയുടെ കൈ കയറി പിടിക്കും. ആര്യ കൈവിട്ടെ എന്ന് പറയും. ഞാൻ അവൻ്റെ സഹോദരിയാ. എൻ്റെ ഏടത്തോട് ഇത്രയും വലിയ ദ്രോഹം കാണിച്ച അവനെ കൃഷ്ണമംഗലത്ത് കയറി ഞാൻ തല്ലും, ഇല്ലെങ്കിൽ എനിക്കൊരു സമാധാനവും കിട്ടില്ല. ഇനി അതിൻ്റെ പേരിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും എനിക്കതൊരു വിഷയമല്ല എന്ന് പറയാം. ദേ മിത്ര, അത് വേണ്ട എന്ന് പറഞ്ഞ് ആരും മിത്രയെ തടയുക. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എൻ്റെ കുടുംബത്തിൽ കയറി കളിച്ചവനെ ഞാൻ വെറുതെ വിടുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോടോ എന്ന് ചോദിക്കുകയാണ്. ശരിക്ക് കൊടുത്തിട്ടുണ്ട്, ഇടിച്ചവൻ്റെ റൊട്ടിയാക്കിയിട്ടുണ്ട് ഞാനും ആകാശേട്ടനോട് കൂടി. അത് നന്നായി, അത്രയെങ്കിലും നിങ്ങൾ ചെയ്തല്ലോ. ആരും ചെയ്തത് ആരിൻ്റെ കടമ. പക്ഷേ എനിക്ക് എൻ്റെ ഏടത്തിയോട് എനിക്കൊരു കടമയില്ലേ, അത് ഞാൻ ചെയ്യണ്ടേ എന്ന് ചോദിക്കുക. ആ കണക്ക് ഞാൻ തീർക്കും. അവന് 2 എണ്ണം കൊടുക്കണം. അവൻ അങ്ങനെ വെറുതെ വിട്ട അവൻ വീണ്ടും ഇതുപോലെ ചെയ്യും. അവനെ ഇടിച്ച് പരുവാക്കും, അല്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനവും കിട്ടത്തില്ല. എടോ പോലീസേ, യൂണിഫോം ദേഹത്ത് കയറുന്നതിന് മുൻപേ തിനക്ക് ഈ തിളപ്പാണെങ്കിൽ യൂണിഫോം കിട്ടിക്കഴിയുമ്പം താൻ എന്തായിരിക്കും എന്ന് ആര്യനപ്പോൾ ചോദിക്കുക. അതെ, തൽക്കാലം അലോകിനെ അത് അവൻ്റെ പാട്ടിനെ വിടുത്താൻ. ആര്യ താൻ എന്താ ഈ പറയുന്നേ എന്ന് അപ്പം മിത്ര ചോദിക്കണം. ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ, തനിക്കുള്ളത് കൂടി കൂട്ടി ഞാൻ കൊടുത്തിട്ടുണ്ട്. തനിക്ക് കൊടുക്കാൻ അവസരം വരുവടോ എന്ന് പറയാം. എടോ, തൻ്റെ അച്ഛനോ ചെറിയച്ഛനോ ഇതുവരെ അനുവിൻ്റെ വിഷയം അറിഞ്ഞിട്ടില്ല എന്ന് പറയണം. അവന് തല്ല് കിട്ടിയതിൻ്റെ യഥാർത്ഥ കാരണം അലോക അവരോട് പറഞ്ഞിട്ടുണ്ടാവില്ല എന്ന് പറയാം. അവരത് അറിഞ്ഞിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്ന് തനിക്ക് ഊഹിക്കാലോ എന്ന് ആര്യൻ ചോദിക്കുകയാണ്. അപ്പം മിത്ര ഈ പറയുന്നതെല്ലാം ശരിയാണെന്നുള്ള രീതിയിൽ ചിന്തിച്ച് നിൽക്കുക. അവന് കൊടുക്കാനുള്ളത് നല്ല വൃത്തിയായിട്ട് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. താനായിട്ട് ഇനി ഒരു പ്രശ്നത്തിന് പോകണ്ട, അറിയാത്തവരെ ഒന്നും താൻ ഇനി കൊട്ടിഘോഷിച്ച് അറിയിക്കാനും നിൽക്കണ്ട എന്ന് പറയണം കേട്ടോ. അപ്പം മിത്രയ്ക്കങ്ങ് സമാധാനം കിട്ടുന്നില്ല. എന്നാലും ആര്യ, അവൻ ഇത്രയും വലിയ നെറുക്കേട് കാണിച്ചിട്ട് ഞാൻ വെറുതെ ഇരിക്കണമെന്നൊക്കെ പറഞ്ഞാൽ എനിക്കങ്ങ് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നില്ല ആര്യ എന്ന് പറയാം. ഞാൻ പറഞ്ഞില്ലേ തനിക്ക് അവസരം വരുവടോ എന്ന് ആര്യ വീണ്ടും പറയാം. ഇതേസമയം മിത്ര ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്. മിത്ര ചോദിക്കുകയാണ്, ഇത്രയൊക്കെ ഇവിടെ നടന്നിട്ടും എന്നെ വിളിച്ച് ഒന്ന് പറയാൻ ആര്യന് തോന്നിയില്ലല്ലോ എന്ന് ചോദിക്കുക. അത് കേൾക്കുമ്പോൾ ആര്യം പറയും, എൻ്റെ തെറ്റ് ഞാൻ സമ്മതിക്കുന്നു. എന്നിട്ട് മിത്രയുടെ അടുത്തിരുന്ന് അവളുടെ കൈ പിടിച്ചുകൊണ്ട് പറയും, ഇതറിഞ്ഞിരുന്നെങ്കിൽ ട്രെയിനിങ് പൂർത്തിയാക്കാതെ താൻ മടങ്ങി വരും. അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് എന്ന് പറയാം. തൻ്റെ സ്വപ്നങ്ങൾ പാതി വഴിയിൽ അവസാനിക്കുകയും ചെയ്യും. അതിനുവേണ്ടിയാണോ നമ്മൾ 2 പേരും ഇത്രയും കഷ്ടപ്പെട്ടത്? അത് സംഭവിക്കാതിരിക്കാനാ തന്നോടെല്ലാം ഞാൻ മറച്ചു വെച്ചത് എന്ന് ആരും പറയണേ കേട്ടോ. ഇവിടെ ഉള്ളവരോടും തന്നോട് പറയണ്ടെന്ന് പറഞ്ഞത്. എത്ര മോശാവസ്ഥയിലും നമ്മുടെ ലക്ഷ്യാവസ്ഥയിൽ നിന്ന് താൻ പിന്തിരിയാൻ പാടില്ല എന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. തൻ്റെ എത്ര വലിയ സ്വപ്നം ഇതെന്ന് എനിക്കറിയാം. അത് അങ്ങനെ നശിച്ചു പോകേണ്ടതല്ല. സോറി എന്ന് പറഞ്ഞ് ആരും മിത്രയുടെ ക്ഷമയൊക്കെ ചോദിക്കാൻ കേട്ടോ. അപ്പം മിത്രയ്ക്ക് അറിയാം ആരും പറയുന്നതെല്ലാം ശരിയാണെന്ന്. അതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടാതെ ഇരിക്കുകയാണേ. ഇതേസമയം ബാലൻ ഇന്ന് കടയിൽ പോയിട്ടുണ്ട്. കടയിലേക്ക് ഒരു ബ്രോക്കറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ അവർ കുറച്ച് ചെറുപ്പക്കാരുടെ ഫോട്ടോയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. രാമേട്ട, ഈ ഫോട്ടോ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ച് ഒരു ചെറുപ്പക്കാരൻ്റെ ഫോട്ടോ രാമേട്ടനെ ബാലൻ കാണിക്കുകയാണ്. ആ, ഇത് കൊള്ളാം ബാല, കണ്ടാൽ തന്നെ അറിയാം ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണെന്ന് കണ്ടാലേ അറിയാം. അതിൻ്റെ ഒരു കെട്ടും മട്ടുമൊക്കെ ഉണ്ട്. നല്ല കുടുംബക്കാരാ ബാലേട്ട എന്ന് അപ്പം ബ്രോക്കർ പറയൂട്ടോ. അമ്മ ടീച്ചറായിരുന്നു, അച്ഛൻ ബാങ്കിലായിരുന്നു, ഇപ്പം റിട്ടയറായി. ഈ പയ്യനും ഒരു ചേച്ചി മാത്രമേ ഉള്ളൂ. ചേച്ചിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞു, അവരങ്ങ് അമേരിക്കയിലാ എന്നൊക്കെ പറയാം. അമ്മയാണെങ്കിലും ഒരു പഞ്ചപാവം എന്ന് പറയാണ് കേട്ടോ. എന്തു തോന്നുന്നു രാമേട്ട, ഇത് നല്ല പയ്യനല്ലേ? പയ്യൻ കാണാൻ കൊള്ളാം, ചുറ്റുപാടും കൊള്ളാം എന്ന് രാമേട്ടൻ പറയാണ്.
അപ്പം ആ ബ്രോക്കറോട് നമ്മുടെ ബാലൻ പറയാണ്, ശിവനൊരു കാര്യം ചെയ്യുക, അവർക്ക് എന്നാ സൗകര്യം എന്ന് വെച്ചാൽ അനുവിനെ വന്നൊന്ന് കാണാൻ പറ, എന്നാൽ പിന്നെ ഈ ഞായറാഴ്ച വരാൻ പറയട്ടെ, ഞായറാഴ്ച ബാലേട്ടന് വേറെ അസൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അന്ന് തന്നെ പറയട്ടെ എന്ന് ചോദിക്കാം. ഞങ്ങൾക്ക് വേറെന്താ അസൗകര്യം, അന്ന് തന്നെ വരാൻ പറഞ്ഞോളൂ എന്ന് ബാലന് പറയാം. എന്നാൽ ശരി ബാലേട്ട, അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ബ്രോക്കർ പോകാൻ തുടങ്ങുമ്പോൾ ബ്രോക്കർക്കുള്ള കാശൊക്കെ കൊടുത്താണ് കേട്ടോ ബാലൻ അയക്കുന്നത്. അപ്പം രാമേട്ടൻ ചോദിക്കുകയാണ്, അല്ല ബാല, ഇതെന്താ പെട്ടെന്ന് അനുമോളുടെ കല്യാണം ഉടനെ ഒന്നും വേണ്ട, അവളെ പഠിപ്പിച്ചൊരു IAS ആക്കണമെന്നൊക്കെ ആയിരുന്നല്ലോ നിന്റെ ആഗ്രഹം, എന്നിട്ടിപ്പോൾ എന്ത് പറ്റി അവൾക്ക് കല്യാണമൊക്കെ ആലോചിക്കാൻ, അതും എടുപിടിയുന്നു എന്ന് ചോദിക്കാം. അതിന് കല്യാണം കഴിഞ്ഞാലും പഠിക്കാലോ, കല്യാണം കഴിഞ്ഞ് പഠിച്ച് ജോലി നേടുന്ന എത്രയോ പെൺകുട്ടികളുണ്ട്. പഠിക്കാൻ ആഗ്രഹമുള്ള പെൺകുട്ടികൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും പഠിച്ച് അവരുടെ ലക്ഷ്യം നേടിയിരിക്കും, അത് അവരുടെ ആവശ്യമാണ്. എൻ്റെ ബാല, നീ ഓരോ സമയത്തും ഓരോന്നാണല്ലോ എന്നോട് പറയുന്നേ. രാമേട്ടാ, ഇപ്പം അവൾക്ക് പ്രായമായി, മക്കളെക്കുറിച്ച് അച്ഛനമ്മമാർക്ക് ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉണ്ടാകും. പണ്ടുള്ളവർ പറഞ്ഞിട്ടില്ലേ, എന്താ ബാല നീ പറയുന്നത്, മാമ്പൂ കണ്ടും മക്കളെ കണ്ടും കൊതിക്കരുതെന്ന്. അതും സത്യമാണ്, അങ്ങനെയൊക്കെ പഴമക്കാർ പറയും, അതിലൊക്കെ കാര്യമുണ്ട് എന്ന് രാമേട്ടനപ്പം പറയണം കേട്ടോ. എന്നിട്ട് ബാലനാണെങ്കിൽ ആ ഫോട്ടോ എടുത്ത് പോക്കറ്റിലിടുക, വീട്ടിലുള്ളവരെ കൂടി കാണിക്കണമല്ലോ. അല്ല ബാല, നീ ഇതെങ്ങോട്ടാ എന്ന് പറയാം. എനിക്ക് ആ ഹോട്ടൽ വരെ ഒന്ന് പോകണം, നമ്മൾ പച്ചക്കറി ലോഡ് കൊടുക്കുന്നില്ലേ, അവിടെ ചെല്ലേണ്ട ഒരു ആവശ്യമുണ്ട്. 3-4 ലോഡിൻ്റെ കാശ് കിട്ടാനുണ്ട്. സാധാരണ ഇത്ര പെൻഡിങ് ഒന്നും വരുത്തുന്നല്ല അവർ, എന്തു പറ്റിയതെന്ന് അന്വേഷിക്കണമല്ലോ, കാശിൻ്റെ കാര്യമല്ലേ. എന്നാൽ ശരി, നീ പോയിട്ട് വാ എന്ന് രാമേട്ടൻ പറയും. അല്ല, ധർമ്മനും ആകാശം ചായ കുടിച്ചിട്ട് വരാറായില്ലേ എന്ന് ബാലനപ്പം ചോദിക്കാം. വരുന്നുണ്ടല്ലോ എന്ന് രാമേട്ടനപ്പം പറയാൻ കേട്ടോ. അവർ രണ്ടുപേരും അങ്ങോട്ട് കടന്നു വരിക. അത് കാണുന്ന ബാലൻ പറയും, കടയിൽ തന്നെ ഉണ്ടാവണം, ഞാൻ ചിലപ്പോൾ വൈകും എന്ന് പറയാം. ശരി അച്ഛ എന്ന് ആകാശപ്പം പറയാൻ കേട്ടോ. ബാലൻ കടലിൽ നിന്ന് ഇറങ്ങി പച്ചക്കറി കടയിലേക്ക് കയറി പോവാണ്. അപ്പം രാമേട്ട എന്നും പറഞ്ഞ് ധർമ്മൻ രാമേട്ടൻ്റെ അടുത്തേക്ക് ചെല്ലുക. എന്താണ്, ആ ബ്രോക്കർ ശിവൻചേട്ടൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്ന കണ്ടല്ലോ, എന്താ കാര്യം, അയാൾ എന്തിനാ വന്നേ? അനുവിനൊരു ആലോചന, പയ്യൻ്റെ ഫോട്ടോ കാണിക്കാൻ വന്നതാ എന്ന് പറയാം. അപ്പം ധർമ്മൻ ചിരിച്ചുകൊണ്ട് നിൽക്കുക. ആകാശന് സന്തോഷമാകും. പയ്യൻ എങ്ങനെയുണ്ട് രാമേട്ട, കണ്ടിട്ട് നല്ല ചെറുക്കന പയ്യൻ എന്ന് പറയും. അല്ല രാമേട്ട, ആ ഫോട്ടോ എവിടെ എന്നും പറഞ്ഞ് ധർമ്മൻ ഫോട്ടോ തപ്പും. ഫോട്ടോ ഇവിടെ ഇല്ലടാ, ബാലൻ കൊണ്ടുപോയി, നിങ്ങൾ ചോദിച്ചാൽ പോരെ. ആകാശ് പറയും, വേണ്ടായേ, ഇനി ഫോട്ടോ ചോദിച്ചാ ഗോമതി സ്റ്റോഴ്സ് ബാലൻ തിരിച്ചെന്താ പറയുന്നതെന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ട് ഫോട്ടോ കാണണ്ട. ബാലൻ സാറിന് തോന്നുമ്പോൾ എപ്പോഴാണെങ്കിൽ ഞങ്ങളെ കാണിക്കട്ടെ, അപ്പം കണ്ടോളാം എന്ന് ആകാശ് പറയാം. അപ്പം ധർമ്മനും അത് ശരിയാ എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. ഇതേസമയം കൃഷ്ണമംഗലത്തേക്കൊരു നോട്ടീസ് വരികയാണ്. അത് അനന്തിൻ്റെ പേരിലാണ് വരുന്നത്. മീനുവിൻ്റെ ഓഫീസിൽ നിന്ന് അയക്കുന്ന നോട്ടീസാണ്. അതിൻ്റെ ഉള്ളടക്കം ഇതാണ്: കൃഷിഭൂമി നിരപ്പാക്കി പണിത ക്രഷർ യൂണിറ്റ് ഇരിക്കുന്നതിൻ്റെ എല്ലാ രേഖകളും ഈ പറഞ്ഞിരിക്കുന്ന സമയത്തിനുള്ളിൽ ഹാജരാക്കിയില്ലെങ്കിൽ ഇനി എല്ലാ നിയമ നടപടിയോടു കൂടി തന്നെ മുന്നോട്ട് പോകുന്നതാണെന്നും ക്രഷർ ഇടിച്ചു നിരത്തുന്നതാണെന്നും ആണ് അതിൻ്റെ ഉള്ളടക്കം. അത് കേൾക്കുമ്പം അനന്തന് ഭയങ്കരമായിട്ട് ദേഷ്യം വരിക. കൃഷ്ണമംഗലത്തെ അനന്തനും അച്യുതനും കൂടി പണി കഴിപ്പിച്ച ക്രഷർ യൂണിറ്റ് അവൾ അങ്ങനെ ഇടിച്ച് നിരപ്പാക്കുവോ, അവളുടെ കഴിവൊന്ന് കാണണമല്ലോ എന്നൊക്കെ പറഞ്ഞ് അനന്തം നിൽക്കുക. അപ്പം ദേഷ്യപ്പെട്ട് ഏട്ടൻ നിൽക്കുന്ന കാണുന്ന അച്യുതനടുത്തേക്ക് വരിക. എന്താ ഏട്ടാ കാര്യം, നീ ഇത് കണ്ടോ, ആ മീനാക്ഷി നോട്ടീസ് അയച്ചിരിക്കുന്നു, നമ്മളെ രേഖകൾ ഹാജരാക്കിയില്ലെങ്കിൽ നമ്മുടെ ക്രഷർ യൂണിറ്റ് അവൾ ഇടിച്ച് നിരപ്പാക്കുക അത്രേ എന്നാ പറഞ്ഞിരിക്കുന്നത്. ഓഹോ, അവൾ അങ്ങനെ പറഞ്ഞോ, ഇവളെ അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, അവളെ എത്രയും പെട്ടെന്ന് അവിടുന്ന് സ്ഥലം മാറ്റം കൊടുത്തില്ലെങ്കിൽ നമുക്ക് പണിയാണെന്ന് ഞാൻ എത്ര തവണ ഏട്ടനോട് പറഞ്ഞു. ഇനിയും അവളെ അഹങ്കരിച്ച് ആ പദവിയിലിരുത്താൻ നമ്മൾ അനുവദിച്ചുകൂടാ. ഇവള് ഇപ്പോൾ ഈ കാണിച്ച അഹങ്കാരത്തിനുള്ള മറുപടി അവൾക്ക് കൊടുക്കുക തന്നെ വേണം എന്ന് പറയാൻ കേട്ടോ. അപ്പം അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എല്ലാവരും അടുത്തേക്ക് വരിക. എന്താ ഇവിടെ ഒരു ബഹളം എന്ന് ചോദിക്കുക. അപ്പോൾ ഇന്ദിരാമ്മയോട് അച്യുതൻ പറയും, അമ്മയ്ക്കിപ്പോൾ തൃപ്തിയായല്ലോ, അമ്മയുടെ വേണ്ടപ്പെട്ട ആൾക്കാരെ കുറച്ച് പാഠം പഠിപ്പിക്കുന്നുണ്ട് ഞാൻ, അഹങ്കാരം കുറച്ച് തീർക്കുന്നുണ്ട്, നീ എന്താണെന്ന് വെച്ചാൽ വ്യക്തമാക്കി പറ, ഇത് വായിച്ചു നോക്കമ്മ, എന്നിട്ട് തൃപ്തി അടയ എന്നും പറഞ്ഞ് അച്യുതൻ ഇന്ദിരാമ്മയുടെ കയ്യിലേക്ക് ആ നോട്ടീസ് കൊടുക്കുക. ഇതിലിപ്പോൾ എന്താ ഇത്ര കാര്യം ഇരിക്കുന്നത്, നിങ്ങൾ പെടുന്ന കൃഷി യൂണിറ്റിന് വേണ്ട എല്ലാ രേഖകളും ഹാജരാക്കിയ പ്രശ്നം തീരില്ലേ, എല്ലാം ശരിയായ രീതിയിൽ തന്നെ പണിതിരിക്കുന്നതല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പം അനന്തൻ തല കുനിച്ച് നിൽക്കുക. അച്യുതൻ പറയും, കുറേ രേഖകളൊക്കെ ഉണ്ട്, പിന്നെ ചിലത് കൊടുത്തിട്ടില്ല, ആ ചിലത് നീ കൊണ്ട് കൊടുക്കുക, അതോടുകൂടി പ്രശ്നം തീരില്ലേ. മീനുമോള് ഒരു പ്രശ്നം ഉണ്ടാക്കിയേ ഇല്ല, നിങ്ങൾ രേഖകൾ കൊടുക്കാത്തത് കൊണ്ടല്ലേ അവൾ നോട്ടീസ് അയച്ചത് എന്ന് ചോദിക്കുകയാണ്. എല്ലാം നിയമപരമായി തന്നെ പോകട്ടെ, അതിൻ്റെതായ ശരിയായ നടപടിക്രമങ്ങൾ ഉണ്ടല്ലോ. അമ്മ അല്ലേലും ഇങ്ങനെ തന്നെ പറയുള്ളൂ, അമ്മയുടെ മകൾ ഗോമതിയെ ആ ബാലൻ കല്യാണം കഴിച്ചതും നേരായ വഴി തന്നെയാണല്ലോ, ഇവിടെ എല്ലാവരും ജീവിക്കുന്നത് നേരായ വഴിയിൽ തന്നെയാണല്ലോ എന്നപ്പോൾ ചോദിക്കുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ രാജശ്രീ പറയും, അച്ചുവേട്ട, അനന്തേട്ട, ഇത് മനഃപൂർവ്വം അവൾ നമ്മളോട് പ്രതികാരം വീട്ടാൻ ചെയ്യുന്നതാ, എപ്പോഴും
ഇപ്പോഴും ദേവമംഗലത്തുകാരോട് തോറ്റു തോറ്റ് ജീവിക്കാനാണോ നമ്മുടെ വിധി? ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല. എത്ര ലക്ഷം രൂപയുടെ മുതലാ, അതങ്ങനെ ഇടിച്ചു നിരത്തി കളയാനൊക്കെ പറ്റുമോ? അതുകൊണ്ട് ഇതിനെതിരെ അവളോട് ചോദിക്കുക തന്നെ വേണം എന്ന് രാജശ്രീ പറയാണ്. അപ്പോൾ അച്യുതൻ അല്ലെങ്കിലും ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അവളോട് രണ്ട് പറഞ്ഞില്ലെങ്കിലേ ഈ അച്യുതൻ ഒരു പൊട്ടനാണെന്ന് അവൾ കരുതും. ഞാൻ അങ്ങോട്ടാ പോകുന്നത് എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് പോകാനായിട്ട് തുടങ്ങാം. അപ്പം നന്ദിനി പറയും, അനിയ നീ ഒന്ന് ക്ഷമിക്കുക, നിങ്ങൾ ആദ്യം എല്ലാ പേപ്പറുകളും രേഖാമൂലം ഹാജരാക്കുക, അതിനുശേഷവും അവൾ ഈ രീതിയിലാണ് പ്രവർത്തിക്കുന്നെങ്കിൽ ചോദ്യം ചെയ്യാൻ ചെല്ല് എന്ന് പറയാം. എടത്തി ഇതിൽ ഇടപെടണ്ട, എടത്തിക്ക് ഇതിനെപ്പറ്റിയൊന്നും അറിയാത്തത് കൊണ്ടാണ്, ഇത് അവളുടെ അഹങ്കാരമാണ്. ആ ഓഫീസിലെ മറ്റാർക്കും ഇല്ലാത്തത്ര എടുത്തുചാട്ടോ അവക്ക്. അവിടെയുള്ള എല്ലാവരും ഒപ്പിടാൻ സമ്മതം. ഇവൾ ഒരുത്തിയെ എതിർത്ത് നിൽക്കുന്നത്. ഇത് വ്യക്തിപരമായ പ്രതികാരം ചെയ്യലാന്നൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി കൃഷ്ണമംഗലത്തെ അച്യുതനുണ്ട് എന്ന് പറഞ്ഞ് അവിടുന്ന് ചാടിത്തുള്ളി പോവാണ് കേട്ടോ. അനന്തൻ അച്യുതൻ പോവാണെ പോട്ടെ എന്നുള്ള രീതിയിൽ നിശബ്ദനായിട്ട് നിൽക്കുക. ഇതേ സമയം ദേഷ്യപ്പെട്ടുകൊണ്ട് അച്യുതൻ മീനാക്ഷിയുടെ ഓഫീസിലേക്ക് കയറി ചെല്ലുക. അനുവാദം പോലും ചോദിക്കാതെ അകത്തേക്ക് തള്ളി കയറിയാട്ടോ ചെല്ലുന്നേ. എന്നിട്ട് പറയും, എന്ത് ധൈര്യം ഇരുന്നാലടി നീ ഇങ്ങനൊരു നോട്ടീസ് കൃഷ്ണമംഗലത്തേക്ക് അയക്കുക? ലക്ഷങ്ങൾ മുടക്കി പണിത ആ കെട്ടിടം അവിടുന്ന് നീ ഇടിച്ചു നിരത്തുന്നത് എനിക്കൊന്ന് കാണണം എന്ന് മീനാക്ഷിയോട് പറയാം. അത് ഇടിച്ചു നിരത്താൻ നീ ഓർഡർ ഇട്ടാൽ മതിയോ? ഞങ്ങളും കൂടി സമ്മതിക്കണ്ടേ എന്ന് ചോദിക്കുകയാണ്. അല്ല, മിനിസ്റ്റർ നിന്നെ വിളിച്ച് പറഞ്ഞതല്ലേ ആ ഫയലിന്മേൽ ഒരു ആക്ഷനും എടുക്കണ്ടെന്ന്, എന്നിട്ടും നീ പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? പിന്നെ മിനിസ്റ്റർക്കില്ലാത്ത പ്രശ്നം നിനക്കെന്താടി എന്ന് ചോദിക്കുക. ദേ നീ എടി പൊടി, ആ വിളികളൊക്കെ ഇവിടെ വേണ്ട എന്ന് മീനാക്ഷി അപ്പോൾ പറയാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ പേര് വിളിക്കാം മീനാക്ഷി, അല്ലെങ്കിൽ മേഡം എന്ന് വിളിക്കാം, മനസ്സിലായോ എന്ന് ചോദിക്കുക. എന്നാലേ മേഡം ഒരു കാര്യം അങ്ങ് മനസ്സിലാക്കിക്കോ, കൃഷ്ണമംഗലത്തുകാർ ആ ക്രഷർ യൂണിറ്റ് അവിടെ കെട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു കട്ട ഇടിച്ചു തരുത്താൻ നിനക്ക് പറ്റില്ലടി എന്ന് പറയാണ്. കാർഷിക ആവശ്യത്തിനുള്ള ഭൂമിയിലാണ് നിങ്ങൾ ക്രഷർ യൂണിറ്റ് പണിത് വെച്ചിരിക്കുന്നത്, അതിന് കുഴപ്പമില്ലല്ലേ എന്ന് ചോദിക്കാം. ഒരു കട്ടയല്ല, വേണ്ടി വന്ന ആ യൂണിറ്റ് തന്നെ ഞാൻ ഇടിച്ചിടും, തനിക്ക് കാണണോടോ എന്ന് മീനാക്ഷി വെല്ലുവിളിക്കുകയാണ് അച്യുതനെ. അത് കേൾക്കുമ്പം അച്യുതൻ്റെ ദേഷ്യം കൂടുകയാണ് കേട്ടോ. ദേഷ്യത്തോടു കൂടി മീനാക്ഷിയുടെ അടുത്തേക്ക് നിൽക്കുക. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ